ഹലോ, ഇന്ന് നമ്മുടെ കോളേജ് ഡേ ആണ്. ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ ഇടുന്നത്. രാവിലെ തന്നെ എണീറ്റ് നമ്മൾ മേക്കപ്പ് ഇടാണ്. മസ്റ്റ് ഹാവിൻ്റെ ഗോൾഡൻ സെറം, പ്രീ മേക്കപ്പ് സെറമാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത്. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഇട്ടതിന് ശേഷം മസ്റ്റ് ഹാവിൻ്റെ തന്നെ ഫൗണ്ടേഷനും കൺസീലറും അതേപോലെ തന്നെ ബ്ലഷും ഹൈലൈറ്ററും, ബ്ലഷ് ഹൈലൈറ്റർ പിന്നെ കോണ്ടോർ, ഇത് മൂന്നും ഒരു പാലറ്റിൽ വരുന്നതാണിത്. ഇത് മൊത്തത്തിൽ ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കും ഇട്ടു. അതിന് മുന്നായിട്ട് ഞാൻ ആദ്യം ലിപ് ബാം തേച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്കും ഇട്ടു. എൻ്റെ കയ്യിൽ ഐ ഷാഡോ ഇല്ലാത്തതുകൊണ്ട് ബ്ലഷും ഹൈലൈറ്ററും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഐ ഷാഡോ പോലെ ഇട്ടു. അതിന് ശേഷം ഞാൻ കണ്ണെഴുതി. പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇതാണ് ഞാനിട്ട ഡ്രസ്സ്. അതിനുശേഷം ഞാൻ മാല ഇട്ടു, കമ്മലിട്ടു. അതിൻ്റെ ഇടയിൽ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി. മുടി ഇങ്ങനെ കെട്ടിയിട്ട് വൃത്തിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മുടി അഴിച്ചിട്ടു. ഇനി ഞാൻ നിങ്ങൾക്ക് ഹോസ്റ്റൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റഡി റൂം. അവിടെ സ്റ്റഡി റൂമിൻ്റെ അവിടെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇതാണ് നമ്മുടെ റൂം. അവിടെ നിന്ന് നേരെ വേറൊരു ബാത്റൂമുണ്ട്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ സ്റ്റേജിൻ്റെ അവിടേക്ക് പോവാണ്. നമ്മൾ സ്റ്റേജ് മറച്ചിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ പരിപാടി 9 മണി 9:30 കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ്, നല്ല അടിപൊളി തകർപ്പൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളൊരു ഏകദേശം 10:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ ഒരു തകർപ്പൻ ഡാൻസ് ഉണ്ടായിരുന്നു.
കഴിഞ്ഞു ഇനാഗുറേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും മറ്റു പല വിശിഷ്ട വ്യക്തികളും വന്നിവിടെ സംസാരിച്ചു. ഇതിൻ്റെ ഒപ്പം തന്നെ പല മേഖലയിലും കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. ഈ സമ്മാനം കൊടുത്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഫുട്ബോളിൻ്റെ ആ കപ്പായിരുന്നു. നല്ല ഭംഗിയാണത് കാണാൻ. ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു തകർപ്പൻ പെർഫോമൻസുകളായിരുന്നു നടന്നത്. അതിൻ്റെയും കുറച്ച് ക്ലിപ്പുകൾ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 12:50 നമ്മുടെ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് എൻ്റെ ക്ലാസ്സിലുള്ള സാധ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഡ്രസ്സാണ് ഞാൻ കടം വാങ്ങിച്ചത് ഡാൻസ് കളിക്കാൻ. ഓവർ സൈസ് ടീഷർട്ടും ജീൻസും. അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്റ്റേജിൻ്റെ അവിടേക്ക് പോയി. പ്രോഗ്രാം തുടങ്ങിയതിൻ്റെ 3ാമത്തെ പ്രോഗ്രാം ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു. ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഹേമാംബിക മാഡം അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് തകർപ്പൻ പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായി നിൽക്കുന്നത് ഞങ്ങളുടെ മാഡംസിൻ്റെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ ഒരു തകർപ്പൻ പെർഫോമൻസാണ്. അതിൻ്റെ ക്ലിപ്പ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3:10 4th ഇയേഴ്സ് ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ തന്നു. അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ടാണ് ഫാഷൻ ഷോ വരുന്നത്. ചായ കുടിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പോയപ്പോഴത്തേനും ഫാഷൻ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഒരുങ്ങി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു.
ശേഷം ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു കലാശക്കൊട്ടിൻ്റെ ഭാഗമായിട്ട് DJ പാർട്ടി ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഡാൻസ് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം കുടിക്കാൻ പോയപ്പോൾ അവർ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫാർമസിയുടെ അവിടെ പോയിട്ട് സോഡ വാങ്ങിച്ചു കുടിച്ചു. അവിടെ സോഡ കുടിക്കുന്നതിൻ്റെ ഇടയിൽ സീനിയേഴ്സിനെ കണ്ടു. അപ്പോൾ ഓരോരുത്തരും ഫോട്ടോ എടുത്തു. ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനും വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിനും പരിമിതികളുണ്ട്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ വോയിസസൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. പിന്നെ എൻ്റെ ശബ്ദത്തിന് വേരിയേഷൻ ഉണ്ടെങ്കിൽ അതും ക്ഷമിക്കണം. DJ പാർട്ടി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ശബ്ദമൊക്കെ ആകെ പോയി. കൂടുതൽ വീഡിയോസുമായിട്ട് പിന്നെ കാണാം. ബൈ.